വർഷം 1886. സമാധാനപരമായൊരു പ്രതിഷേധം രക്തരൂക്ഷിതമായൊരു യുദ്ധക്കളമായി മാറുന്നു. തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും നീതിക്കും വേണ്ടിയുള്ളൊരു പോരാട്ടം അരാജകത്വത്തിലേക്ക് പൊട്ടിത്തെറിക്കുന്നു. ഇത് വെറുമൊരു ചരിത്രമല്ല, നിശബ്ദമാക്കപ്പെടാൻ വിസമ്മതിച്ച ശബ്ദങ്ങളുടെ കഥയാണ്. വർഷം 1886 മെയ് 1. ചിക്കാഗോയിലെ ഹേമാർക്കറ്റ് സ്ക്വയറിൽ 10,000-കണക്കിന് തൊഴിലാളികൾ ഒത്തുകൂടുകയായിരുന്നു. അവരുടെ ആവശ്യം ന്യായമായിരുന്നു. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ സ്വാതന്ത്ര്യം. അതുവരെയുള്ള അവരുടെ ജീവിതം വളരെ ദുഷ്കരമായിരുന്നു. ഭൂരിപക്ഷം തൊഴിലാളികളും വളരെ അപകടകരമായ സാഹചര്യത്തിൽ ദിവസവും 12 മുതൽ 16 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടിയിരുന്നു. അവർക്കതിൽ നിന്നെല്ലാം ഒരു മോചനം ആവശ്യമുണ്ട്. ചിക്കാഗോയിലെ പ്രതിഷേധം ദിവസങ്ങളോളം. മെയ് 4 ഹേമാർക്കറ്റ് സ്ക്വയറിൽ വലിയൊരു റാലി നടത്തുവാൻ തൊഴിലാളികൾ തീരുമാനിച്ചു. സമാധാനപരമായി മുന്നേറിക്കൊണ്ടിരുന്ന റാലിയുടെ അവസാന നിമിഷം ആരോ പോലീസിന് നേരെ ബോംബെറിഞ്ഞു. നിയന്ത്രണം നഷ്ടപ്പെട്ട പോലീസുകാർ തൊഴിലാളികൾക്ക് നേരെ നിറയൊഴിച്ചു. ഹേമാർക്കറ്റ് ഒരു യുദ്ധക്കളമായി മാറുകയായിരുന്നു. തുടർന്ന് 7 പോലീസുകാരും 4 സാധാരണക്കാരും കൊല്ലപ്പെടുകയുണ്ടായി. വർദ്ധിച്ചു വരുന്ന തൊഴിലാളി പ്രസ്ഥാനം മറ്റൊരു വിപ്ലവത്തിലേക്ക് നയിക്കുമെന്ന് സർക്കാരും പോലീസുകാരും ഭയപ്പെട്ടിരുന്നു. അതിനാൽ അവരുടെ നേതൃത്വത്തെ സർക്കാർ എങ്ങനെയും തകർക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ സമയത്തായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. മതിയായ തെളിവുകളൊന്നും പോലീസുകാരുടെ കൈകളിൽ ഇല്ലാതിരുന്നിട്ടും തൊഴിലാളികളുടെ അവകാശങ്ങളെ പിന്തുണച്ച് 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 8 പേരിൽ 4 പേരെ തൂക്കിലേറ്റി. ബാക്കി 4 പേരിൽ ഒരാൾ ജയിലിനുള്ളിൽ തന്നെ ആത്മഹത്യ ചെയ്തു. 3 പേരെ ശിക്ഷ ഇളവ് നൽകി ജീവപര്യന്തമാക്കി. 3 നിരപരാധികളെ അവരുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം ജയിലിലടച്ചു. തുടർന്ന് 1889 ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസ് ഹേമാർക്കറ്റ് പ്രതിഷേധത്തിൽ മരിച്ചവരെ ആദരിക്കുന്നതിനായി മെയ് 1 അന്താരാഷ്ട്ര തൊഴിൽ ദിനമായി ആഘോഷിക്കുന്നു.